എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് യദുകൃഷ്ണ. ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ടീം ലീഡറാണ്. ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. എന്തിനാണെന്ന് വെച്ചാൽ കോളേജിലെ ഡാമേജായ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അസറ്റുകൾ ട്രാക്ക് ചെയ്യാനും പിന്നെ പരീക്ഷയ്ക്ക് റൂമുകൾ റെഡിയാണോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാനും വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം. തുടങ്ങുന്നതിന് മുൻപ് ഈ പ്രോജക്റ്റിനെ ഞങ്ങളെ ഗൈഡ് ചെയ്ത മെഹർ കെ സാറിനെയും എൻ്റെ ടീം മെമ്പേഴ്സായ അനന്തു, ശ്രീരാഗ്, മുഹമ്മദ് ഷാഹിൽ എന്നിവരെയൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ മാനുവൽ സിസ്റ്റത്തിലെ ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. ഇപ്പോഴത്തെ സിസ്റ്റത്തിന് 3 പ്രധാന പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തേത് റിപ്പോർട്ടിങ്ങിലെ കാര്യക്ഷമതയില്ലായ്മ. നമ്മളൊരു പേപ്പറിൽ പരാതി എഴുതി കൊടുക്കുമ്പോഴേക്കും സമയം ഒരുപാട് പോകും. ചിലപ്പോൾ ആ പേപ്പർ വഴിയിൽ എവിടെയെങ്കിലും മിസ്സാവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം മെയിൻ്റനൻസ് വൈകുന്നു എന്നതാണ്. കാരണം ഈ കൊടുത്ത റിപ്പോർട്ട് കറക്റ്റ് ആളുടെ കയ്യിൽ എത്താൻ താമസിക്കുന്നു. പിന്നെ മൂന്നാമത്തേത് ഒരു ഹിസ്റ്ററിയും ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു സാധനം എപ്പോൾ നന്നാക്കി അല്ലെങ്കിൽ ഇത് തന്നെയാണോ വീണ്ടും വീണ്ടും കേടാവുന്നത് എന്നൊന്നും ട്രാക്ക് ചെയ്യാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഈ പുതിയ സിസ്റ്റം പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 മൊഡ്യൂളുകളാണുള്ളത്. അതിലൊന്ന് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. അതായത് പേപ്പർ വർക്കൊക്കെ ഒഴിവാക്കി ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. രണ്ടാമത്തേത് റോൾ ബേസ്ഡ് ആക്സസ്. സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും അഡ്മിനും അവരവരുടെ റോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം കാണാനും ചെയ്യാനുമുള്ള സൗകര്യം. മൂന്നാമതായി വരുന്നത് ഓട്ടോമേറ്റഡ് സ്റ്റാറ്റസ് ആണ്. ഇതിലൂടെ ഒരു റൂം പരീക്ഷയ്ക്ക് റെഡിയാണോ എന്ന് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായി പറയും. അവസാനം ലൈഫ് സൈക്കിൾ ട്രാക്കിംഗ്. ഒരു അസറ്റ് വാങ്ങിയത് മുതൽ അതിൻ്റെ എല്ലാ മെയിൻ്റനൻസ് ഹിസ്റ്ററിയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടെക്നോളജി സ്റ്റാക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങൾ ഈ സിസ്റ്റം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ടെക്നോളജികൾ ഇവയാണ്. സെർവർ സൈഡ് ലോജിക്കിന് വേണ്ടി ഞങ്ങൾ PHP ആണ് ഉപയോഗിച്ചത്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ MySQL നിന്ന് റിലേഷണൽ ഡേറ്റാബേസ് ഉപയോഗിച്ചു. യൂസർക്ക് കാണുന്ന ഭാഗം, അതായത് ഫ്രണ്ട് എൻഡ് ഇൻറ്ററാക്ടിവിറ്റിക്ക് വേണ്ടി ജാവാസ്ക്രിപ്റ്റും നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ HTML5, CSS3 എന്നിവയും ഉപയോഗിച്ചു. ഈ ടെക്നോളജികൾ തിരഞ്ഞെടുത്തത് തന്നെ ഇതൊരു ക്യാമ്പസ് സ്കെയിൽ സിസ്റ്റത്തിന് ഏറ്റവും വിശ്വസനീയവും അനുയോജ്യവുമായതുകൊണ്ടാണ്. ഇത് സിസ്റ്റത്തിൻ്റെ ഒരു ഹൈ ലെവൽ ഡേറ്റ ഫ്ലോ ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ സിസ്റ്റം നടുക്ക് ഒരു ഹബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റുഡൻസ്, ഫാക്കൽറ്റി, അഡ്മിൻ ഇവരെല്ലാവരും സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഒരു സ്റ്റുഡൻറ്റ് ഡാമേജ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഫാക്കൽറ്റി അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അഡ്മിൻ പുതിയ അസറ്റുകൾ ചേർക്കുന്നു. ഇങ്ങനെ ഒരു റിയൽ ടൈം ഫീഡ്ബാക്ക് ലൂപ്പാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും. അടുത്തത് ഡേറ്റാബേസ് ഡിസൈനാണ്. ഏതൊരു സിസ്റ്റത്തിൻ്റെയും നട്ടെല്ല് അതിൻ്റെ ഡേറ്റാബേസ് ആണ്. അപ്പോൾ ഡേറ്റ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഡയഗ്രം. ഇതിലെ പ്രധാന എൻറ്റിറ്റികൾ യൂസേഴ്സ്, റൂംസ്, അസറ്റ്സ്, പിന്നെ ഡാമേജ് റിപ്പോർട്ട്സ് എന്നിവയാണ്. ഇവ തമ്മിലുള്ള ബന്ധം നോക്കൂ. ഓരോ യൂസറിനും ഒരു റോളുണ്ട്. ഓരോ അസറ്റും ഒരു റൂമുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. ഒരു യൂസർ ഒരു ഡാമേജ് റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേക അസറ്റുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഡേറ്റയുടെ ആവർത്തനം ഒഴിവാക്കാനും കൃത്യത ഉറപ്പാക്കാനും വേണ്ടി ഞങ്ങൾ ഈ സ്കീമ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡയഗ്രാമിലുള്ള പ്രധാന ടേബിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസേഴ്സ് ടേബിളിൽ ആരാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ. റൂംസ് ടേബിളിൽ കോളേജിലെ എല്ലാ റൂമുകളുടെയും ലിസ്റ്റ്. അസറ്റ്സ് ടേബിളിൽ ഓരോ റൂമിലുമുള്ള ബെഞ്ച്, ഡെസ്ക് പോലെയുള്ള സാധനങ്ങളുടെ വിവരങ്ങൾ. അവസാനം ഡാമേജ് റിപ്പോർട്ട്സ് ടേബിളിൽ എല്ലാ പരാതികളും. ഇങ്ങനെ ഡേറ്റയെ വേർതിരിക്കുന്നത് ഡേറ്റ റിഡൻഡൻസി, അതായത് അനാവശ്യമായ ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ സിസ്റ്റത്തിൻ്റെ ബാക്ക് എൻഡും ആർക്കിടെക്ചറും കണ്ടു. ഇനി യൂസറിൻ്റെ കാണാൻ പറ്റുന്ന ഭാഗം, അതായത് യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡിസൈൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കാര്യക്ഷമതയും കൃത്യതയുമായിരുന്നു. യൂസർ എക്സ്പീരിയൻസിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. ആദ്യം തന്നെ ഒരു സെക്യൂർ ലോഗിൻ സിസ്റ്റം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ് പോർട്ടലിലേക്കും ഫാക്കൽറ്റി ആണെങ്കിൽ ഫാക്കൽറ്റി പാനലിലേക്കും ഓട്ടോമാറ്റിക്കായി റീഡയറക്റ്റ് ചെയ്യും. അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് കാണാം. ഇവിടെ ഒറ്റനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഫോമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ഫോമിനെ സ്മാർട്ടാക്കാൻ വേണ്ടി കുറച്ച് ഫീച്ചറുകൾ ചേർത്തിട്ടുണ്ട്. ഒന്ന്, സ്റ്റാൻഡർഡൈസ്ഡ് ഇൻപുട്ടുകൾ. അതായത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് റൂം നമ്പറും അസറ്റും സെലക്ട് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 2, കോഡുകൾ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യും. 3, ഡൈനാമിക് വിസിബിലിറ്റി. നിങ്ങളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീൽഡുകൾ മാത്രം കാണിക്കും. 4, അർജൻസി ലെവൽ സെറ്റ് ചെയ്യാം.
എത്രത്തോളം പെട്ടെന്ന് ശരിയാക്കണമെന്ന് അറിയിക്കാൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവിനായിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി ഫാക്കൽറ്റി പാനലും അഡ്മിൻ പാനലും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഫാക്കൽറ്റിക്ക് പ്രധാനമായും റിപ്പോർട്ടുകളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും വർക്കർമാരെ ഒരു ജോലിക്ക് അസൈൻ ചെയ്യാനും പറ്റും. എന്നാൽ അഡ്മിൻ്റെ റോള് കുറച്ചുകൂടി വലുതാണ്. പുതിയ റൂമുകൾ, യൂസർമാർ, അസറ്റുകൾ എന്നിവയൊക്കെ സിസ്റ്റത്തിലേക്ക് ചേർക്കുന്നത് അഡ്മിനാണ്. ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റ് അഡ്മിൻ്റെ കയ്യിലായിരിക്കും. അടുത്തത് ഈ സിസ്റ്റത്തിൻ്റെ കോർ ലോജിക്കാണ് അസറ്റ് കോഡ് ജനറേഷൻ. ഇത് 3 സ്റ്റെപ്പുകളായാണ് നടക്കുന്നത്. ആദ്യം അസറ്റിൻ്റെ പേരും റൂം നമ്പറും ചേർത്ത് ഒരു ബേസ് കോഡ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് ബെഞ്ച് 101. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സിസ്റ്റം ആ റൂമിലെ അടുത്ത സീക്വൻസ് നമ്പർ ഏതാണെന്ന് കണ്ടെത്തും. അവസാനം ഇവ രണ്ടും കൂടി ചേർത്ത് ബെഞ്ച് 101 എന്നതുപോലെയുള്ള ഒരു യുണീക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യും. ഇതുകൊണ്ട് ഓരോ അസറ്റും ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തത് ഒരു റൂം എക്സാമിന് റെഡിയാണോ എന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെക്ക് ചെയ്യും. ഇതിൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ്. ആദ്യം അതൊരു ക്ലാസ് റൂം ആണോ ലാബാണോ എന്ന് നോക്കും. എന്നിട്ട് ആ റൂമിൽ പരിഹരിക്കാത്ത എത്ര ഡാമേജ് റിപ്പോർട്ടുകളുണ്ട്, റിപ്പയർ ചെയ്യേണ്ട എത്ര അസറ്റുകളുണ്ട് എന്നതിൻ്റെ കൗണ്ട് എടുക്കും. ഈ 2 കൗണ്ടും 0 ആണെങ്കിൽ റൂമിൻ്റെ സ്റ്റാറ്റസ് റെഡി എന്നാകും. ഇതിലേതെങ്കിലും ഒന്ന് 0-ൽ കൂടുതലാണെങ്കിൽ സ്റ്റാറ്റസ് നോട്ട് റെഡി എന്നായി മാറും. സിസ്റ്റത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി ഞങ്ങൾ 3 പ്രധാന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1. CSRF അറ്റാക്കുകൾ തടയാൻ യുണീക്ക് സെഷൻ ടോക്കണുകൾ ഉപയോഗിക്കുന്നു. 2. യൂസർമാരുടെ പാസ്വേഡുകൾ ഡേറ്റാബേസിൽ നേരിട്ട് സ്റ്റോർ ചെയ്യാതെ ബീക്രിപ്റ്റ് ഉപയോഗിച്ച് ഹാഷ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. 3. SQL ഇഞ്ചക്ഷൻ പോലുള്ള അറ്റാക്കുകൾ ഒഴിവാക്കാൻ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രധാന മൊഡ്യൂളുകൾ ഇവയൊക്കെയാണ്. ഒരു സെക്യൂർ ആയിട്ടുള്ള റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം, അസറ്റുകളും റൂമുകളും മാനേജ് ചെയ്യാനുള്ള ഒരു ഫുൾ സ്റ്റാക്ക് സിസ്റ്റം, റിയൽ ടൈമായി ഡാമേജ് റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം, എക്സാം റൂം റെഡിനെസ് ഓട്ടോമാറ്റിക്കായി ചെക്ക് ചെയ്യുന്ന ലോജിക്, പിന്നെ റിയൽ ടൈം നോട്ടിഫിക്കേഷനുകളും ഒരു പ്രോഗ്രസീവ് വെബ് ആപ്പും. ഭാവിയിൽ ഈ സിസ്റ്റം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് ചില പ്ലാനുകളുണ്ട്. 1. ഓരോ അസറ്റിലും QR കോഡ് വെച്ച് അത് സ്കാൻ ചെയ്ത് ഡാമേജ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. 2. അസറ്റുകളുടെ വാറണ്ടി തീരാറാകുമ്പോൾ അഡ്മിന് ഓട്ടോമാറ്റിക്കായി നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ഒരു സിസ്റ്റം. അതോടൊപ്പം ടെലിഗ്രാം API ഉപയോഗിച്ച് ഒരു ബോട്ട് വഴി റിയൽ ടൈം അലേർട്ടുകൾ അയക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പ്രോജക്റ്റിന്റെ പ്രധാന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി ഇത് പഴയ പേപ്പർ വർക്ക് ഫ്ലോയെ പൂർണ്ണമായും ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറ്റി. രണ്ടാമതായി ഓട്ടോമേറ്റഡ് ലോജിക് ഉപയോഗിക്കുന്നതിലൂടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഇന്റലിജന്റ് ക്യാമ്പസ് മാനേജ്മെന്റ് സിസ്റ്റമായത് മാറി. ഏറ്റവും പ്രധാനമായി ഇത് വെറുമൊരു പ്രൊജക്റ്റ് മാത്രമല്ല, ഒരു പബ്ലിക് ക്ലൗഡ് ഡൊമെയിനിൽ ലൈവായി പ്രവർത്തിക്കുന്ന പ്രൊഡക്ഷൻ റെഡിയായ ഒരു ആപ്ലിക്കേഷനാണ്. നന്ദി.